ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു UK എഡ്യു പ്ലസ്. എല്ലാവർക്കും UK എഡ്യു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് +2 സോഷ്യോളജി പബ്ലിക് എക്സാമിന് വരാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും UK എഡ്യു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പബ്ലിക് എക്സാമിന് വരാവുന്ന എല്ലാ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 സോഷ്യോളജി, സബ്ജക്റ്റ് സോഷ്യോളജി. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ, ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് സമൂഹശാസ്ത്ര സങ്കല്പം. എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന, ദ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് എന്താണ് ജനസംഖ്യാശാസ്ത്രം, വാട്ട് ഈസ് ഡെമോഗ്രഫി. 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്തത് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ജനസംഖ്യാശാസ്ത്രത്തിലെ ചില സിദ്ധാന്തങ്ങൾ, സം തിയറീസ് ഇൻ ഡെമോഗ്രഫി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാം. ജനസംഖ്യാശാസ്ത്രത്തിലെ ചില സിദ്ധാന്തങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. സാമൂഹിക സ്ഥാപനങ്ങൾ, തുടർച്ചയും മാറ്റവും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ജാതി, വാട്ട് ഈസ് കാസ്റ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ജാതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഗോത്ര സമൂഹങ്ങളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റി. ഈ ചോദ്യവും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. വിപണി, 4ാമത്തെ ചാപ്റ്റർ. വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ, 4ാമത്തെ ചാപ്റ്റർ. ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് വാട്ട് ഈസ് ഫ്രീ മാർക്കറ്റ്. എന്താണ് സ്വതന്ത്ര വിപണി. 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ചോദിക്കാം മാർക്കറ്റൈസേഷൻ, വാട്ട് ഈസ് മാർക്കറ്റൈസേഷൻ. എന്താണ് കമ്പോള വൽക്കരണം. ഇത്രയാണ് 4ാമത്തെ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് വരാവുന്ന 2 ക്വസ്റ്റ്യൻസ്. അടുത്ത് നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: 1 സാമൂഹിക അസമത്വം, സോഷ്യൽ ഇനീക്വാളിറ്റി. അടുത്തത് സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. 2 പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. അടുത്തത് മറ്റൊരു ചോദ്യമാണ് പിന്നോക്ക വർഗത്തിൻ്റെ ക്ഷേമത്തിനായുള്ള രാഷ്ട്രത്തിൻ്റെ നടപടികൾ, വാട്ട് ആർ ദി ഇനീഷ്യേറ്റീവ് ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ദി വെൽഫെയർ ഓഫ് OBCs. പിന്നോക്ക വർഗത്തിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ നടപടികൾ. ഒരു 5 മാർക്കിന് ചോദിക്കാം. മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, സ്ത്രീ സമത്വത്തിനും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, സ്ട്രഗിൾസ് ഫോർ വിമൻസ് ഈക്വാളിറ്റി ആൻഡ് റൈറ്റ്സ്. ഇതും ഒരു 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അടുത്ത 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യം എന്താണ് സാമുദായിക സ്വത്വം, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. പിന്നെ അടുത്തൊരു ചോദ്യം എന്താണ് കമ്മ്യൂണലിസം. 2 മാർക്കിന് ചോദിക്കാം. വർഗീയത. അതുപോലെ എന്താണ് സെക്കുലറിസം, മതനിരപേക്ഷത. 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പൗരസമൂഹം ആവിർഭവിക്കാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ, അതും ചോദിക്കാം. അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമം, ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ ചാപ്റ്റർ. ഇനി അടുത്ത 7ാമത്തെ ചാപ്റ്റർ ഘടനാപരമായിട്ടുള്ള മാറ്റം, സ്ട്രക്ചറൽ ചേഞ്ച്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് കൊളോണിയലിസവും മുതലാളിത്തവും, അല്ലേ? കൊളോണിയലിസം ആൻഡ് ക്യാപിറ്റലിസം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ചോദിക്കാം. പിന്നെ 8ാമത്തെ ചാപ്റ്റർ
സാംസ്കാരിക മാറ്റം, കൾച്ചറൽ ചേഞ്ച്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അതായത് 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഇൻ ദി 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറി. അതായത് നമ്മുടെ രാജാ റാം മോഹൻ റോയ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ. ഓക്കെയാണല്ലോ, ഇത്രയും കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആധുനികവൽക്കരണം, വാട്ട് ഈസ് മോഡേണൈസേഷൻ, ഇതും പ്രതീക്ഷിക്കാം. ഓക്കെയാണല്ലോ. അടുത്ത 9ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഇതിൽ വരുന്നൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ഡയറക്റ്റ് ഡെമോക്രസി, എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം, അതോടൊപ്പം തന്നെ പ്രാതിനിധ്യ ജനാധിപത്യം, വാട്ട് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഓക്കെ. പിന്നെ അടുത്തൊരു ചോദ്യമാണ്, ഇനി അടുത്ത 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും. ഇതിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കാരങ്ങൾ, ലാൻഡ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഒരു 5 മാർക്കിന് ചോദിക്കാം, സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കാരങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ ഗ്രീൻ റവല്യൂഷൻ, അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ടായിരിക്കാം. എന്താണ് ഹരിത വിപ്ലവം, 1ാം ഘട്ടം 2ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞുണ്ടായിരിക്കാം. അതും ഒരു 3 മാർക്കിന് 4 മാർക്കിന് ചോദിക്കാം. അടുത്തത് 11ാമത്തെ ചാപ്റ്റർ, വ്യാവസായിക സമൂഹത്തിൻ്റെ മാറ്റവും വികസനവും. ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് സംഘടിത മേഖല അല്ലെങ്കിൽ എന്താണ് അസംഘടിത മേഖല. അതായത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത് 12ാമത്തെ ചാപ്റ്റർ, ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റവും, ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ, വാട്ട് ആർ ദി ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് 13ാമത്തെ ചാപ്റ്റർ, അതായത് ബഹുജന മാധ്യമങ്ങളും വിനിമയങ്ങളും, മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങൾ, മാസ് മീഡിയ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഒരു 5 മാർക്കിന് ചോദിക്കാം. പിന്നെ അടുത്തൊരു ചോദ്യം, അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്ററാണ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ മൂവ്മെൻറ്റ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്താണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ, പിന്നെ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 5 മാർക്കിന്. പിന്നെ അതോടൊപ്പം തന്നെ സാമൂഹിക മാറ്റങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും വേർതിരിച്ചറിയുക, അല്ലെങ്കിൽ ഡിഫറൻസ്, സാമൂഹിക മാറ്റങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയുക. ഓക്കെയാണല്ലോ. അപ്പോൾ ഇതെല്ലാം എക്സാമിന് വരാവുന്നൊരു ചോദ്യമാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കുന്നത്, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഈ സോഷ്യോളജി +2 സോഷ്യോളജിയിലെ പബ്ലിക് എക്സാമിന് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനും 3 മാർക്കിനും 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. എല്ലാവരും എക്സാമിന് പോകുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പഠിച്ചിട്ടേ പോവാകൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം അവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ +2 സോഷ്യോളജി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകൾ സമർപ്പിക്കുന്നു. അപ്പോൾ ചാനലൊക്കെ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.